ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ പതുക്കെ സംസാരിക്കണം കാരണം അമ്പലത്തിലാണ് ഞങ്ങൾ. സംഭവമൊന്നുമല്ല, ഒരു സേവ് ദ ഡേറ്റ് എടുക്കാൻ വന്നതാണ്. എൻ്റെ അല്ല, ദുർഗേശ്വരയാണ്. അപ്പോൾ സേവ് ദ ഡേറ്റ് എടുക്കാൻ വന്നിരിക്കുകയാണ്. നല്ല പുലർച്ചല്ല 7:45, പക്ഷെ അമ്പലത്തിലൊക്കെ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. വല്ലതും കേൾക്കാണ്ടോന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു ചെറിയ സേവ് ദ ഡേറ്റും കാര്യങ്ങളും അതിൻ്റെ കുറച്ച് ചില്ലറ ബിഹൈൻഡ് ദ സീൻസൊക്കെ എടുക്കുന്നുണ്ടാവുക. സോ യാ, നമുക്ക് വീഡിയോ പോകാം. അതാണ് ക്യാമറാമാൻ, അതാണ് ക്യാമറാമാൻ്റെ ഹെൽപ്പർ. ഞാൻ വന്നിട്ടുള്ളത് മനമക്കാവ് അമ്പലത്തേക്കാണ്. മനമക്കാവ് അമ്പലം കാണുന്നത് സംഭവം കുറച്ച് പേർക്കൊക്കെ അറിയണ്ടാവും. ഈ അമ്പലം നീലത്താമര ഫിലിമില്ലേ, വർഷം എത്ര ഇറങ്ങിയതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ ചെറുതാകുമ്പോഴാണ് ഇറങ്ങിയത്, 5ാം ക്ലാസ്സിലാണ്, 6ാം ക്ലാസ്സിലോട്ട് പഠിക്കുമ്പോൾ. അപ്പോൾ ആ സിനിമ ഷൂട്ട് ചെയ്ത് മറ്റേ കുളത്തിൻ്റെ സീനൊക്കെ ഇല്ലേ, കുളിക്കാൻ വരുന്ന ആ സീന്, അതും പിന്നെ നീലത്താമര വിരിയണ ആ സീനൊക്കെ, അതൊക്കെ ഈ ഏരിയയിലാണ്, ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ കുളം കാണിച്ചുതരാം, പക്ഷെ ഇവിടെ നീലത്താമരയൊന്നുമില്ല, ബട്ട് സ്റ്റിൽ കുളം കാണിച്ചുതരാം. നീലത്താമര വിരിയണ 2 സ്പോട്ടുണ്ട്. ആ 2 സ്പോട്ടും അവർ കല്ലൊക്കെ ഇട്ടിട്ട്, ഞാൻ നേരത്തെ പറയാൻ വന്നത്, നീലത്താമര വിരിയണ സ്പേസ് 2 സൈഡിൽ ഗ്രില്ലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് തെറ്റാ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പിന്നെ തെറ്റ് പറയേണ്ടത് വിചാരിച്ചിട്ട് പറയാതിരുന്നതാണ്. നീലത്താമര വിരിയണ കുറച്ച് സ്പേസ് ഉണ്ട്, അവിടെയൊക്കെ ഗ്രില്ലിട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ സാധനം കാണിച്ചുതരാം. ഞങ്ങളത് സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പോയി നോക്കി. ഞാനല്ല, എൻ്റെ കൂടെ വന്ന വ്യക്തി അത് പോയി നോക്കി. ഞാനത് കാണിച്ചു. ഈ സൈഡ് കാണാനില്ലേ 2 വലിയ ഇല, അതാണ് നീലത്താമരയുടെ ഇല. ബാക്കി കുറേ പച്ചില ഉണ്ട്, അത് എന്തിൻ്റെന്ന് എനിക്കറിയില്ല. പിന്നെ പൈസ ഇട്ട് പ്രാർത്ഥിച്ചാൽ മറ്റേ നീലത്താമര വിരിയും, നമ്മുടെ ആഗ്രഹം നടക്കുന്നുണ്ടെങ്കിൽ നീലത്താമര വിരിയും എന്നൊക്കെയാണ് പറയുക. ഞാൻ അതൊരു ചെയ്ത് നോക്കിയിട്ടില്ല, ആർക്കെങ്കിലും നടന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. 1 രൂപ പണോ അങ്ങനെ എന്തോ ആണ്. ഞാൻ അവിടെ പോയി ചോദിക്കണം വിചാരിക്കുക, പക്ഷേ എനിക്ക് പേടി അവരെ ആൾക്കാരോട് സംസാരിക്കാൻ. ആകാശം നല്ല രസമില്ലേ? യൂട്യൂബിൽ വരുന്നൊക്കെ ഞാൻ ഇതുവരെ എവിടെയും കാണാത്ത ഒരു യൂണീക്കായിട്ടുള്ളൊരു സാധനം കണ്ട്. യൂണീക്കൊന്നും ആവില്ല, ചിലപ്പോൾ പല സ്ഥലങ്ങളിലും ഉണ്ടാവും, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാണിച്ചുതരാം. ഭണ്ഡാരം അവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് നോക്കുമ്പോഴൊക്കെ ഒന്നും കാണാനില്ല കേട്ടാ. ഭണ്ഡാരം എഴുതിയിട്ടുണ്ട്, എന്നിട്ട് അവിടെ ഭണ്ഡാരമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കുന്നത്. പക്ഷെ കണ്ടോ, അതിൻ്റെ ഉള്ളിലൊരു ഗ്യാപ്പ്. ചുമരുമ്പോൾ തന്നെയാണ് അവർ ഭണ്ഡാരം ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു ഐഡിയ നല്ലൊരു ഐഡിയ ആയിരുന്നു അല്ലേ? അതാകുമ്പോൾ ആരെങ്കിലും ഭണ്ഡാരം പൊളിച്ച് കൊണ്ടുപോകും, പൊളിക്കാൻ പറ്റും ചുമര് പൊളിച്ചാൽ, പക്ഷെ ഭണ്ഡാരത്തോടൊക്കെ പൊളിച്ച് കൊണ്ടുപോയില്ലല്ലോ. ദാറ്റ് വാസ് എ ഗുഡ് ഐഡിയ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അടുത്ത ലൊക്കേഷൻ പോവാണ്. ലൊക്കേഷൻ ഒന്നാണ്, പക്ഷേ സ്പോട്ട്, അതായത് ഒരു വീടുണ്ട് ഇവിടെ ഒരു വീടുണ്ട്. അപ്പം ആ വീട്ടിലേക്ക് പോവാണ്. വടക്കത്ത് വീടാണ് ആ സിനിമ. എങ്ങനെയെങ്കിലും പിടിച്ചിക്കാൻ പറ്റില്ല. അങ്ങനെ ഇവിടെ ഒരു വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമസമൊന്നും ഇല്ലാത്ത വീടാണ്, ഒരു തറവാട് വീട്, പൊട്ടിപ്പൊളിഞ്ഞ വീടാണ്. അപ്പോൾ ഈ വീട്ടിലാണോ നീലത്താമര ഷൂട്ട് ചെയ്തതെന്ന് ചോദിച്ച ക്യാമറമാൻ, പക്ഷേ അല്ല, ഇത് വടക്കത്തെ വീട്ടിലാണ് എന്താ പറയുക നീലത്താമര ഷൂട്ട് ചെയ്തത്. പക്ഷേ ഇവരൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നത് ഗൈസ്. ഒരവിടെ ഫോട്ടോഷൂട്ടിൽ ഞാനിവിടെ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ വീട്ടിലൊരു നായ്ക്കുട്ടിയുണ്ട്, ഞാൻ അതിനെ അഡ്മയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോട്ട് അഡ്മയർ, അതിനെന്താ പറയുക എനിക്കറിയില്ല. ഓക്കെ, വെളിച്ചം നല്ല കുറഞ്ഞ്, സോ ഞാൻ അവർ ഫോട്ടോഷൂട്ട് എടുക്കുന്നത് വീഡിയോ ഒക്കെ കാണിച്ചു തരാം. എനിക്കെന്തോ ഈ വീട് ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ട് ഞങ്ങൾ ഈ വീടിൻ്റെ ഒരു മൊത്തം ലുക്ക് നോക്കാൻ വന്നതാണ്. 3 നില ഉണ്ട്. 3 നില മീൻസ് മുകളിൽ ചിലപ്പോൾ 10 ആയിരിക്കും, മറ്റേ നെല്ലൊക്കെ ഉണക്കാനുള്ള. അർജുന്നിട്ട് അവിടെ കുളം പോലെ എന്തോ ഉണ്ടോ നോക്കാൻ പോയിരിക്കുക. ഞാനും പോയോക്കട്ടെ കേട്ടോ, കാരണം എനിക്ക്
എനിക്ക് ഈ വീട് ഭയങ്കര ഇഷ്ടമായി. എന്താണ് ഒരു പഴയ തറവാട്, പഴയ തറവാടുകളുണ്ടാവില്ല, വലിയ കൊട്ടാരം പോലത്തെ തറവാടുകളൊക്കെ, അതുപോലത്തെ ഒരു തറവാട് എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ കുളം പോയി നോക്കിയിട്ട് വരാം. കുളം കിണറാ, അത് കിണറാന്നെനിക്ക് മനസ്സിലായിരിക്കണേ. എന്തോ അന്നക്കൊണ്ട കിടക്കണ പോലെ ഉണ്ടാവും ഉള്ളില് തേങ്ങയുടെ ഇത് കിടക്കണം. അതെ, കിണർ. ഇത് കുളമായിരുന്നു, ബട്ട് അത് ഇപ്പൊ കിണറാണ്, കിണറാക്കി. അങ്ങനെ അർജുൻ ശ്രാമ്പിക്കലും അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. ആട് ഭീഷണിപ്പെടുത്തണത്. അങ്ങനെ ഫോട്ടോഷൂട്ട് അങ്ങനെ ഇതാ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നു. എന്നിട്ട് എന്നാൽ മുടിയൊക്കെ ഞാനൊന്ന് വൃത്തിയൊക്കെ ഒതുക്കി കെട്ടി, കാരണം കാറ്റടിച്ചിട്ട് മുടിയൊക്കെ പൊട്ടിപ്പോണ്ടായിരുന്നു. ഇനി അടുത്തത് പോകാൻ പോണത് ബ്യൂട്ടീഷ്യൻ്റെ അടുത്തേക്കാണ്. അതായത് ചേച്ചിക്ക് ഫേഷ്യൽ ചെയ്യാണ്ട് പിന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കണം, എങ്ങനെയാണ് കല്യാണത്തിന് കെട്ടേണ്ടതെന്നുള്ളതൊക്കെ. അപ്പോൾ അതിന് പോവാണ്, കൂറ്റനാടാണ് പോണത്. ഇനി അതിന് പോകണ എന്തെങ്കിലും ക്ലിപ്സൊക്കെ കൂടി ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, പോയോക്കാം. അപ്പം നമ്മുടെ ഫേഷ്യലും അതുപോലെ ഹെയർ സ്പാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് ഹെയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഹെയർ ചെയ്യേണ്ടത്, പിന്നെ ഓർണമെൻറ്റ്സ് എങ്ങനത്തെയൊക്കെയാണ് വേണ്ടത്, അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചത്. അങ്ങനെയാണ് അവിടെ നിന്ന് പോകുന്നത്. എന്നിട്ട് ഇവിടെ ചായക്കട കയറി ഞാൻ കുറേ കാലത്തിന് ശേഷം കോഫി കുടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ കോഫി മേടിച്ച്, ചേച്ചി ചായ മേടിച്ച് കച്ചം. അങ്ങനെ പോയി വരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാനൊരു എൻഡിങ് എടുക്കാൻ വിട്ടുപോയി ഇന്നലെ. സോ ഞാൻ പിറ്റേ ദിവസമാണ് ഒരു എൻഡിങ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഈ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.